നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. വനം വകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പൻ്റെ ഭാര്യ രാധ 45 കടുവ കടിച്ചു കൊന്നത്. ആദിവാസി വിഭാഗത്തിലെ ഇവർ പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോഴാണ് കടുവ ആക്രമിച്ചത്. തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം ആദ്യം കണ്ടത്. വയനാട് പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് കടുവാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിൽ കടുവയെ വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശിച്ച് വനം മന്ത്രി AK ശശീധരൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിൽ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താനും ആവശ്യമായ ദ്രുതകർമ്മ സേനയെ വിനിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ. പ്രദേശവാസികൾ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. മന്ത്രി OR കേളു സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെയും ജനരോഷമുയർന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാൻ സർവ്വസന്നാഹങ്ങളുമായി വനം വകുപ്പ്. കടുവ പ്രദേശത്ത് തന്നെ തുടരാൻ സാധ്യതയുള്ളതിനാൽ പഞ്ചാരക്കൊല്ലി ഉൾപ്പെടുന്ന ഡിവിഷനിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നലെ മുതൽ 27 വരെയാണ് നിരോധനാജ്ഞ. പ്രദേശത്ത് നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. കടുവയെ തെരയുന്നതിനായി ക്യാമറ ട്രാപ്പുകളും കൂടുകളും വനംവകുപ്പ് സ്ഥാപിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന 45 കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് മാനന്തവാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ ഹർത്താൽ ആചരിക്കും. വന്യജീവികളെ നേരിടാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും മലയോര മനുഷ്യരെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ വന്യജീവി ആക്രമണം ഭീകരമായ അവസ്ഥയിലാണെന്നും സർക്കാർ ഒന്നും ചെയ്യില്ലെന്ന നിലപാട് തിരുത്തണമെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ കൈമാറി. മന്ത്രി OR കേളുവാണ് മരിച്ച രാധയുടെ കുടുംബാംഗങ്ങൾക്ക് തുക കൈമാറിയത്. കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചതായി വനം മന്ത്രി AK ശശീധരൻ അറിയിച്ചു. രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന വീട്ടമ്മയെ കടുവ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി അതീവ ദുഃഖം രേഖപ്പെടുത്തി. രാധയുടെ വേർപാടിൽ കുടുംബത്തിൻ്റെ വേദനകൾക്കൊപ്പം പങ്കുചേരുന്നുവെന്നും ഇത്തരം വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര യാത്ര ഇന്ന് ആരംഭിക്കും. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കരുവഞ്ചാലിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ MP അധ്യക്ഷത വഹിക്കും. കാർഷിക മേഖലയിൽ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക, ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലയോര യാത്ര നടത്തുന്നത്. തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരവുമായി മുന്നോട്ട് പോകുമെന്ന് റേഷൻ വ്യാപാരികൾ. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് ജനുവരി 27 മുതൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധി കാരണം കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാരുടെ സമരം മൂലം ഈ മാസം ഭൂരിഭാഗം കടകളിലും സ്റ്റോക്ക് എത്തിയിരുന്നില്ല. കടയടച്ചുള്ള സമരം കൂടിയാകുന്നതോടെ റേഷൻ വിതരണം പ്രതിസന്ധിയിലാവും. CPM നേതൃത്വ നിരയിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പറഞ്ഞു. പാർട്ടിക്ക് ശക്തമായ വേരുള്ള കേരളത്തിൽ നിലവിൽ ഒരു വനിതാ ജില്ലാ സെക്രട്ടറി പോലും ഇല്ല എന്നത് വാസ്തവമാണെന്ന് പറഞ്ഞ വൃന്ദ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് വൃന്ദ കാരാട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. +1 പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളിൽ നീന്തൽ അറിയാത്തവർക്ക് നൽകിയിരുന്ന ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. +1 അഡ്മിഷന് ഗ്രേസ് മാർക്കായി 2 മാർക്ക് 2022-2023 അധ്യയന വർഷം വരെ നൽകിയിരുന്നു. എന്നാൽ നീന്തൽ അറിയാത്ത കുട്ടികൾക്കും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതായി പരാതി ഉയർന്നതോടെ നിലവിൽ ഗ്രേസ് മാർക്ക് നൽകുന്നില്ല. അതിനാൽ ഗ്രേസ് മാർക്ക് പുനഃസ്ഥാപിക്കുന്നത് പരിഗണനയിലുണ്ടെന്നാണ് മന്ത്രി അറിയിച്ചത്. എലപ്പള്ളി ബ്രൂവറി അനുകൂലിച്ചും വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി. ജലചൂഷണം ഉണ്ടാകില്ലെന്നും തദ്ദേശ മന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ കൃഷ്ണൻകുട്ടി ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും അറിയിച്ചു. ഡാമുകളുടെ ജലശേഷി കൂട്ടിയാൽ പാലക്കാട് ജില്ലയിലെ ജലക്ഷാമം പരിഹരിക്കാമെന്നും ഇക്കാര്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
എലപ്പള്ളി ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ പ്രസംഗം പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് അസംബന്ധമാണെന്നും മഴവെള്ളം കൊണ്ട് മാത്രം കമ്പനിക്ക് പ്രവർത്തിക്കാനാകില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ബ്രൂവറിക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണ്ടിവരുമെന്നും പ്രവർത്തിച്ചു തുടങ്ങി വെള്ളം കിട്ടാതെ വരുമ്പോൾ അവർ കുഴൽക്കിണർ കുഴിച്ച് ഭൂഗർഭജലം ഊറ്റിയെടുക്കുമെന്നും നമുക്ക് ഇക്കാര്യത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടല്ലോ എന്നും അവർ പറഞ്ഞു. കോവിഡ് കാലത്തെ അഴിമതിയെ സംബന്ധിച്ചും പാലക്കാട് ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിയമസഭയിലും പുറത്തും യാതൊരു ലജ്ജയുമില്ലാതെ അഴിമതിയെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ലജ്ജാകരമായ മറുപടി പറയുന്നതിന് ഇപ്പോൾ ഒരു മടിയുമില്ലാതായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. DGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ സമയം തേടി വിജിലൻസ്. കൂടുതൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ളതിനാൽ 2 മാസം കൂടി സമയമാണ് വിജിലൻസ് ആവശ്യപ്പെട്ടത്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലാണ് വിജിലൻസ് അന്വേഷണം. മാർച്ച് 25-ന് കേസ് വീണ്ടും പരിഗണിക്കും. ആലുവയിലെ 11 ഏക്കർ പാട്ടഭൂമി നിയമവിരുദ്ധമായി പോക്കുവരവ് നടത്തി കൈവശപ്പെടുത്തിയെന്ന ആരോപണത്തിൽ PV അൻവറിനെതിരെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിച്ചു. ആദ്യ നടപടിയായി പാട്ടഭൂമിയിലെ കെട്ടിടത്തിന്റെ വിശദാംശങ്ങൾ തേടി എറണാകുളം എടത്തല പഞ്ചായത്തിന് കത്തയച്ചു. ബുധനാഴ്ച കിട്ടിയ കത്തിന് അന്ന് തന്നെ പഞ്ചായത്ത് മറുപടി നൽകിയെന്നാണ് വിവരം. PP ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണവുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ്. ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയതിൽ ദുരൂഹതയുണ്ടെന്ന് മുഹമ്മദ് ഷമ്മാസ് ആരോപിച്ചു. ദിവ്യയുടെ ഭർത്താവ് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഭൂമി രേഖയിൽ കൃഷിയാണ് വരുമാനമാർഗം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ദിവ്യക്കെതിരെ വിജിലൻസിൽ പരാതി നൽകുമെന്നും മുഹമ്മദ് ഷമ്മാസ് വ്യക്തമാക്കി. തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ വേണമെന്ന ആവശ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ച് മനോവിഷമം ഉണ്ടാക്കിയെന്ന് തിരൂർ MLA കുറുക്കോളി മൈദൻ. നാടിൻ്റെ ആവശ്യം താനല്ലാതെ ആര് പറയുമെന്നാണ് MLA ചോദിച്ചു. ട്രോളുകൾ എന്തൊക്കെയുണ്ടായാലും ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും മൊയ്തീൻ പറഞ്ഞു. നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകൻ B. ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു. നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് കേസിൽ 2ാം പ്രതി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയതിന്റെ പേരിൽ B. ഉണ്ണികൃഷ്ണൻ വൈരാഗ്യം നടപടിയെടുത്തുവെന്നും സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്നും സാന്ദ്രയുടെ പരാതിയിലുണ്ട്. സാന്ദ്രയുടെ പരാതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തതിന് പിന്നാലെ ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും സാന്ദ്രയെ പുറത്താക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തതുകൊണ്ടാണ് കഠിനംകുളം സ്വദേശി ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി ജോൺസന്റെ മൊഴി. പോലീസ് പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിന് ജോൺസൺ മൊഴി നൽകി. ആതിരയുടെ കുട്ടി സ്കൂളിൽ പോയി എന്നുറപ്പാക്കിയ ശേഷമാണ് വീടിനുള്ളിൽ പ്രവേശിച്ചതെന്നും ആതിര ചായ എടുക്കാൻ പോയപ്പോൾ കത്തി കിടപ്പുമുറിയിലെ കട്ടിലെ മെത്തക്കടിയിൽ ഒളിപ്പിച്ചുവെന്നും പിന്നീട് ആതിരയോടൊപ്പം കിടക്കുമ്പോൾ മെത്തക്കടിയിൽ നിന്ന് കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കി വലിച്ചെടുത്തു എന്നാണ് ജോൺസന്റെ മൊഴി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.